1875 അല്ലെങ്കിൽ 70-75 ഇടയ്ക്കുള്ള ഒരു പീരീഡിലാണ് ഇത് നിർമ്മിച്ചതെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അത്രയും പഴക്കമുണ്ട്. അന്ന് കറണ്ടുള്ള കാലമല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഗ്ലാസ് ഇത്രയും വലിയ വിശാലമായ മുറി. അപ്പം ആ നാച്ചുറൽ ലൈറ്റിലാണ് പകൽ സമയങ്ങളിൽ അദ്ദേഹം ഇരുന്ന് വരയ്ക്കുമായിരുന്നു. അത് കാണാൻ ഇവിടുത്തെ അപാലവൃദ്ധം ജനങ്ങളും വരുമായിരുന്നു. അവർക്കൊക്കെ സന്തോഷപൂർവ്വം ഓരോ സ്കെച്ചുകളൊക്കെ വരച്ചു കൊടുക്കുമായിരുന്നു കേട്ടിട്ടുണ്ട്. ഇതൊക്കെ വായ്മൊഴിയായിട്ട് പറഞ്ഞു വരുന്ന അറിവുകളാണ്. അപ്പോൾ ഇദ്ദേഹം വരയ്ക്കുന്ന സമയത്ത് തന്നെ അനുജൻ ഇവിടെ ഉണ്ടാവും. ചിലപ്പോൾ അനുജൻ പാടുന്നുണ്ടാവാം. അനുജന്മാര് അവരുടെ പാട്ട് കേട്ടും ഇദ്ദേഹം വരയ്ക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അനുജത്തിയുടെ വീണവാദനം. അപ്പൊ ഇവരുടെയൊക്കെ ഒരു 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 കൂട്ടായ്മ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ചിത്രശാല ഒരു കാലത്ത് ഈ മഹാന്മാരുടെ ഇവരുടെ ഒരു എന്താ പറയുക ക്രിയേറ്റിവിറ്റി, അവരുടെ കഴിവുകളും കൂടെ അപ്പൊ അത് ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടി ചിന്ത കൊടുത്താൽ നമ്മളെ അത് ലിഫ്റ്റ് ചെയ്തോളും, നമുക്കത് തരും. ഇപ്പൊ പാടണം, ഇപ്പൊ നമുക്കൊരു ഈണം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ ആ ഈണം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു, തരുന്നതാണ്. ഈ ചുമരുകൾ അതിനെല്ലാം സാക്ഷിയാണ്. അതെ അതെ അതെ. അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിയിലാണ് ഇതിന്റെ. അപ്പൊ ഞാൻ ഈ മുംബൈയിലെ കാര്യം പറഞ്ഞു.